നയതന്ത്രത്തിലേക്ക് സ്വാഗതം. ക്ഷമിക്കണം, നേരത്തെ ചോദിക്കുന്നത് കേൾക്കാൻ കഴിയാത്ത ചില സാങ്കേതിക പ്രശ്നങ്ങൾ. തദ്ദേശ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ MB രാജേഷാണ് നമ്മോടൊപ്പം നയതന്ത്രം പരിപാടിയിൽ ഇന്ന് അതിഥിയായുള്ളത്. മിനിസ്റ്റർ, സ്വാഗതം ഈ പരിപാടിയിലേക്ക്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നിയമസഭയിലെ അസാധാരണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഈ രാജേന്ദ്ര അർലേക്കർ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലെ ചില ഭാഗങ്ങൾ വിട്ടുകളയുക, ചിലത് കൂട്ടിച്ചേർക്കുക എന്ന സാധാരണ നിലയ്ക്കില്ലാത്ത ചില സമീപനം സ്വീകരിക്കുന്നത് കണ്ടു. സർക്കാരിന് പിന്നീട് അതിനകത്തൊരു സവിശേഷ ഇടപെടൽ നടത്തേണ്ടിയും വന്നു. രാജേന്ദ്ര അർലേക്കർ ഗവർണർ എന്ന പദവിയിലിരുന്നു കൊണ്ട് ഭരണഘടനാ മര്യാദകൾക്കപ്പുറം പോകുന്ന ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു എന്ന കണിശ വിമർശനം സർക്കാരിനുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അല്ല അവിടെ നിറവേറ്റിയത്. അത് പൂർണ്ണമായും ശരിയായും നിറവേറ്റുന്നതിൽ വീഴ്ച വന്നപ്പോഴാണ് മുഖ്യമന്ത്രി ആ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിറവേറ്റിയത്. ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഭരണഘടന നിഷ്കർഷിക്കുന്നത്. മന്ത്രിസഭയുടെ നയമാണ് ഗവർണർ പ്രഖ്യാപിക്കേണ്ടത്. അപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് യാതൊരു അധികാരവുമില്ല. ഭരണഘടന അത്തരമൊരു അധികാരവും നൽകിയിട്ടില്ല. മന്ത്രിസഭ തയ്യാറാക്കിയതിൽ ഒന്നും കുറയ്ക്കാനോ ഒന്നും കൂട്ടാനോ ഗവർണർക്ക് അധികാരമില്ല. കാരണം ഭരണഘടന നൽകുന്ന അധികാരമേ ഗവർണർക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ബഹുമാനപ്പെട്ട ഗവർണറിൽ നിന്ന് അതിനപ്പുറമുള്ള അസാധാരണമായ നടപടിയുണ്ടായി. അസാധാരണ സാഹചര്യങ്ങളെ അസാധാരണമായിട്ട് തന്നെ നേരിടണം. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനുശേഷം എഴുന്നേറ്റ് നിന്ന് ഗവർണർ ഒഴിവാക്കിയ ഭാഗം കൂട്ടിച്ചേർക്കുകയും ഗവർണർ കൂട്ടിച്ചേർത്ത ഭാഗം ഒഴിവാക്കുകയും ചെയ്തു. ഓക്കെ മിനിസ്റ്റർ, ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഗവർണറുമായി പരമാവധി സൗഹാർദ്ദത്തിൻ്റെയും സമവായത്തിൻ്റെയും പാതയിൽ പോകാനാണല്ലോ സർക്കാർ എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ വന്നിട്ടുള്ള ഗവർണർമാർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രഥമഗണ്യമായി ഉയർത്തി നിർത്തിയിരിക്കുന്നു, ഭരണഘടനാ മൂല്യങ്ങൾക്ക് മേലെ എന്ന് തോന്നുന്നുണ്ടോ? എത്ര സമവായത്തിൻ്റെ ആരോഗ്യകരമായ സൗഹാർദ്ദത്തിൻ്റെ പാത സ്വീകരിക്കാൻ ശ്രമിച്ചാലും അവർക്ക് മോദി ഗവൺമെൻറ്റിനെ അസുഖകരമായിട്ടുള്ള ഒരു സംഗതിയും അവർ വായിക്കില്ല, ചെയ്യില്ല. മോദി ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഫൈറ്റിന് പോലും അവർ സന്നദ്ധരാവുകയും ചെയ്യും എന്ന മട്ടിലുള്ള ഒരു മുന്നോട്ട് പോക്കിൻ്റെ പ്രതിസന്ധിയെ സർക്കാർ അനുഭവിക്കുന്നുണ്ടോ? ഗവർണർമാരെ എങ്ങനെയാണ് മോദി ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ച് CPIMന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ അത് ഏറ്റവും വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുമല്ല, CPIM ആണ്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയത്തിൽ അതിനു മുമ്പ് തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസ്താവനകളിലെല്ലാം അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കുക എന്നത് 2014 ശേഷം BJP ഇന്ത്യയിലാകെ ഉപയോഗിക്കുന്ന രീതിയാണ്. പല സ്ഥലങ്ങളിലും അധികാരം പിടിക്കുന്നതിന് ഭൂരിപക്ഷം, നിയമസഭയിലെ ഭൂരിപക്ഷത്തെ മറികടക്കുന്നതിന് ഒക്കെ ഗവർണർ ഉപയോഗിച്ച അനുഭവം മഹാരാഷ്ട്രയിലൊക്കെ ഇല്ലേ? പുലർച്ചെ വിളിച്ചു വരുത്തി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച അനുഭവമില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കതിൽ BJP ഭരണത്തിൽ നിയമിക്കപ്പെടുന്ന ഗവർണർമാരെ സംബന്ധിച്ച് ഒരു വ്യാമോഹവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. ഞങ്ങൾ ഭരണഘടനാപരമായ മര്യാദ ഗവർണർ എന്ന പദവിയോട്, ആ പദവിയിലിരിക്കുന്ന ആളോട് എക്കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. നാളെയും ആ ഭരണഘടനാപരമായ മര്യാദ സ്വീകരിക്കും. ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ടുള്ള സമീപനം മാത്രമേ LDF ഗവൺമെന്റ് സ്വീകരിക്കൂ. എന്നാൽ ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള സ്വാധീനത്തിന് ഗവർണർ വഴങ്ങിയാൽ അത് ഗവർണറാണ് എന്നതുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ നേരിടുകയും ചെയ്യും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. നേരത്തെ നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടല്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു കേസ് സുപ്രീം കോടതിയിൽ കേരള സർക്കാരിൻ്റെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ. ഗവർണർ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്, വ്യാമോഹമില്ല ഗവർണർമാരെ BJP ഗവൺമെന്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. അതനുസരിച്ചിട്ടുള്ള നിലപാട് തന്നെയാണ്. എതിർക്കേണ്ട എല്ലാ കാര്യങ്ങളെയും എതിർക്കും, നേർക്കുനേരെ പറയേണ്ട എല്ലാ കാര്യവും അങ്ങനെ തന്നെ പറയും. ശരി, ഞാനൊന്ന് തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ MB രാജേഷ്, നിങ്ങൾ 3ാം തവണയും കൂടി അധികാരം നൽകണം എന്നുള്ള ആവശ്യവുമായി ജനങ്ങളെ സമീപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 2-3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക്
താങ്കൾ വ്യക്തിപരമായി എന്തുമാത്രം സാറ്റിസ്ഫൈഡ് ആണ്? മൂന്നാം തവണ ഞങ്ങളുടെ തുടർച്ച വേണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ജനങ്ങൾക്ക് സമ്പൂർണ്ണമായും തൃപ്തികരമായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന പൂർണ്ണ കോൺഫിഡൻസ് എം പി രാജേഷിനുണ്ടോ? എനിക്കുണ്ട് എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഞങ്ങളുടെ പാർട്ടിക്കും പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ 10 വർഷത്തെ ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ അതേസമയം അങ്ങേയറ്റം വിനീതരായിട്ട് ഇപ്പോ ഇന്ത്യയിൽ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റോ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളോ തുടരുന്ന നയമല്ല കേരളത്തിലെ LDF ഗവൺമെന്റ് സ്വീകരിക്കുന്നത്, നടപ്പാക്കിയത്. ബദൽ നയം, ഇന്ത്യയിലെ മറ്റെല്ലാ പാർട്ടികളും തുറന്നു വരുന്ന പൊതുവായ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയമാണ് 10 വർഷമായി ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതമായ അധികാരങ്ങൾക്കകത്തു നിന്നുകൊണ്ടും ശത്രുതാപരമായി പെരുമാറുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളെ നേരിട്ടും കേരളത്തിൽ LDF ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ഞാൻ ചുരുക്കി ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് എന്താ? സംസ്ഥാനങ്ങൾ ചെലവ് വെട്ടിച്ചുരുക്കണം, സംസ്ഥാനങ്ങൾ അതുകൊണ്ട് വായ്പ എടുക്കാൻ പാടില്ല, സംസ്ഥാനങ്ങൾ മൂലധന നിക്ഷേപം നടത്താൻ പാടില്ല, ചെലവുകൾ വെട്ടിച്ചുരുക്കണം, എല്ലാം മൂലധന നിക്ഷേപം, പശ്ചാത്തല സൗകര്യ വികസനം മുഴുവൻ സ്വകാര്യ മേഖലയ്ക്ക് ഏൽപ്പിക്കണം, സർക്കാർ അതിന് പണം മുടക്കണ്ട. നമ്മളിവിടെ ചെയ്തത് എന്താ? നമ്മൾ കിഫ്ബി രൂപീകരിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത വൻ പശ്ചാത്തല സൗകര്യ വികസനം, വൻകിട മൂലധന നിക്ഷേപം കിഫ്ബി വഴി സർക്കാർ തന്നെ നടത്തി. അതൊരു ബദലാണ്. ബാക്കി എല്ലായിടത്തും ചെയ്യുന്നത് എന്താ? ഇപ്പൊ നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നു, അത് ടോള് പിരിച്ച് സ്വകാര്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ ഹൈവേകൾ ഉണ്ടാക്കുന്നു, ടോള് പിരിക്കുക, സ്വകാര്യവൽക്കരിക്കുക എന്നതാണ് സ്വീകരിക്കുന്ന രീതി. ഇവിടെ നിങ്ങൾ ഓർക്കണം, ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാന ഗവൺമെന്റിനെ നാഷണൽ ഹൈവേക്ക് സ്വന്തമായിട്ട് കാശ് മുടക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും മോഡി ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ പണം മുടക്കിയപ്പോൾ കേരളത്തോട് സ്വീകരിച്ച സമീപനം നാഷണൽ ഹൈവേ വേണമെങ്കിൽ നിങ്ങൾ പണം മുടക്കണം എന്നാണ്. കിഫ്ബിയിൽ നിന്നാണ് 5580 കോടി കൊടുത്തത്. നാഷണൽ ഹൈവേ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി. മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വന്നു. എങ്ങനെയാണ്? പൊതുമുതൽ മുടക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ ചെയ്തത്. ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുക്കൂ. ഇന്ത്യയിലാകെ സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണ്. 3000-ലേറെ സ്കൂളാണ് BJP ഗവൺമെന്റ് മധ്യപ്രദേശിൽ പൂട്ടിയത്. ഇവിടെയോ? ഇവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി 5000 കോടിയുടെ നിക്ഷേപം കിഫ്ബി വഴി നടത്തുകയാണ്. കോടികളുടെ ഫണ്ട്, കെട്ടിടങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിലെ സ്കൂളുകളിൽ നടക്കുകയാണ്. നിങ്ങൾ ആ കോഴിക്കോട്ടേക്ക് ഇറങ്ങിയാൽ കാണാമല്ലോ, നടക്കാവ് സ്കൂള്, കാരപ്പറമ്പ് സ്കൂള് തുടങ്ങി ചുറ്റുമുള്ള സ്കൂളുകളെല്ലാം നോക്കൂ. കേരളത്തിൽ എവിടെയാണ് സ്കൂളുകളില്ലാത്തത്? എൻ്റെ മണ്ഡലത്തിൽ മാത്രം 20 സ്കൂളുകൾക്കാണ് ഫണ്ട് കിട്ടിയിട്ടുള്ളത്. 20 സ്കൂളുകൾക്ക്. ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സ്കൂൾ പൂട്ടുന്നു, ഇവിടെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കാലത്തുമില്ലാത്ത കുതിപ്പുണ്ടാകുന്നു. കുട്ടികളുടെ എണ്ണം പൊതുവിദ്യാലയങ്ങളിൽ കൂടുന്നു. ദേശീയ തലത്തിൽ കേരളം പഠന നിലവാര സൂചികയിൽ നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ തുടർച്ചയായി 7 വർഷം ഒന്നാമത് നിൽക്കുന്നു. ആരോഗ്യമേഖല എടുക്കുക. ആരോഗ്യമേഖലയിൽ നമ്മൾ കാണുന്നത് എന്താണ്? പൊതുജനാരോഗ്യ മേഖലയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുന്നു, വിവിധ സംസ്ഥാന സർക്കാരുകൾ പിന്മാറുന്നു. ഇവിടെയോ? ഇവിടെ സർക്കാർ കൂടുതൽ മുതൽ മുടക്കുന്നു പൊതുജനാരോഗ്യ മേഖലയിൽ. ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു, അമേരിക്ക പോലൊരു വികസിത രാജ്യത്തെ നവജാത ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം മറികടന്നു. നമ്മുടെ മുമ്പിൽ ഉള്ള അനുഭവമാണല്ലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജനറൽ ആശുപത്രിയിൽ, എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിലാണ് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയകൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നു. കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾക്കാണ് ദേശീയ പുരസ്കാരങ്ങൾ കിട്ടുന്നത്. അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യം എടുക്കുക. കേരളമാണ് ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായിട്ട് കേരളം മാറി. മോഡി ഡിജിറ്റൽ ഇന്ത്യ എന്ന മുദ്രാവാക്യം കഴിഞ്ഞ ഒരു വ്യാഴവട്ടമായിട്ട് ഉയർത്തുന്നുണ്ട്. പക്ഷേ അത് മുദ്രാവാക്യമായിട്ട് അവശേഷിക്കുമ്പോൾ കേരളം ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണമായി കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനമായി മാറി. ഇന്ന് ലോകം തന്നെ ചർച്ച ചെയ്യുന്ന ഡിജിറ്റൽ ഡിവൈഡിനെ കുറയ്ക്കാൻ കഴിഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അതിദാരിദ്ര്യമുക്തം എന്ന ലക്ഷ്യം കേരളം നിശ്ചയിച്ചു. 64,006 കുടുംബങ്ങളെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തി അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചു. അതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ 2ാം ഘട്ടം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ
ഇപ്പോൾ അതുപോലെ തന്നെ സേവനങ്ങൾ ഓൺലൈനാക്കുക, ഏറ്റവും Yes. വേഗത്തിൽ കാര്യക്ഷമമായി നീതിപൂർവകമായി Yes. ഒരാൾക്കും എവിടെയും കാത്തു നിൽക്കാതെ സേവനം ലഭിക്കാൻ കഴിയുന്ന സ്ഥിതി കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യമെടുത്താൽ കേസ്മാർട്ട് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇന്ന് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നേരിട്ട് പോകാതെ വിരൽ തുമ്പിൽ സേവനം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോൾ അതിന്റെ കണക്ക് നോക്കുകയായിരുന്നു. 89,000 വിവാഹ രജിസ്ട്രേഷൻ നടന്നത് വീഡിയോ KYC വഴിയാ. ലോകത്ത് ഏത് ഭാഗത്തിരുന്നും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനം നേടാം എന്നത് വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇനി വ്യവസായ മേഖലയിൽ എടുത്ത് നോക്കൂ. കേരളത്തിൽ വ്യവസായ സൗഹൃദ സൂചികയിൽ കേരളം ഒന്നാമതെത്തി. മിനിസ്റ്റർ, അപ്പോൾ അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസം ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രോഗ്രസ് കാർഡുമായി ബന്ധപ്പെട്ടില്ല. എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാൻ വലിയ കണക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാനതിനെ അത് മനസ്സിലാക്കുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ വികസനത്തിന്റെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും വലിയ പട്ടിക ഉണ്ടായിട്ടും. യെസ് പ്ലീസ്. നോക്കൂ, ഒരു മിനിറ്റ് നിഷാദ്, ഒരു മിനിറ്റ്. ശരിയാണ്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. എത്ര സമയം അനുവദിച്ചാലും പറഞ്ഞാൽ തീരാത്തത്ര നേട്ടങ്ങൾ സർക്കാർ കൈവരിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണത്. ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറയാൻ അനുവദിക്കുക. കേന്ദ്ര ഗവൺമെന്റ് ഇത്ര ശത്രുതാപരമായി പെരുമാറിയിട്ടും കേരളത്തിനുള്ള നികുതി വിഹിതം വെട്ടിക്കുറച്ചു, കേരളത്തിനുള്ള വായ്പാ വിഹിതം വെട്ടിക്കുറച്ചു, കേരളത്തിന് നൽകേണ്ട ഫണ്ടുകൾ തന്നെ പിടിച്ചുവെച്ചും വൈകിപ്പിച്ചും ദ്രോഹിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ടും മുടക്കമില്ലാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് കൊടുക്കുകയും ഒറ്റയടിക്ക് 1,600-ൽ നിന്ന് 2,000-ആയിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്ത ഗവൺമെന്റാണിത്. അതുപോലെ തന്നെ 32 ലക്ഷം സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി വഴി പ്രതിമാസം 1,000 രൂപ ലഭ്യമാക്കുന്ന ഗവൺമെന്റാണിത്. 5 ലക്ഷം ചെറുപ്പക്കാർക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് വഴി മാസം 1,000 രൂപ തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന പിന്തുണ നൽകുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങളോടൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങളിലും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാന ഗവൺമെന്റിനും ചിന്തിക്കാൻ കഴിയാത്ത, അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ കേരളം കൈവരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ബദൽ നയങ്ങൾ നടപ്പാക്കി വിജയിച്ച ഒരു ഗവൺമെന്റ് എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കൈമുതൽ. ശരി, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, സർക്കാരിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഇത്ര വലിയ ഭരണ നേട്ടം, ക്ഷേമ പ്രവർത്തനങ്ങളുടെ നേട്ടം, വികസനങ്ങളുടെ നേട്ടമൊക്കെ കയ്യിലുള്ളപ്പോഴും ഏറ്റവും അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കൂ, ആളുകളെയും ഹൈപ്പർ ലോക്കൽ തലത്തിൽ ആളുകളെ അനുഭവവേദ്യമാകുന്ന ഭരണ നേട്ടങ്ങളുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും അതിൻ്റെ ഒരു ഇലക്ട്രൽ വിക്ടറി നിങ്ങൾക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മികച്ച സർക്കാരിന് മികച്ച അംഗീകാരം കിട്ടണം. രണ്ടാമത്തേത്, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ തരുന്ന പാരമ്പര്യമാണ് സമീപകാല ചരിത്രത്തിലുള്ളത്. ഇവ രണ്ടിനെയും മറികടക്കുകയും UDF വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്ത സന്ദർഭത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത്ര വലിയ ഭരണ നേട്ടങ്ങൾ ഉണ്ടായിട്ടും, ഇത്ര വലിയ തോതിലുള്ള അവകാശവാദങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടായിട്ടും അതിന് ഒരു തെരഞ്ഞെടുപ്പിന്റെ രൂപത്തിലുള്ള ജനാംഗീകാരം കിട്ടിയില്ല എന്നതിനെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? ഒന്നാമത്തെ കാര്യം, UDF വലിയ നേട്ടമുണ്ടാക്കി എന്നത് നിങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതീതിയാണ്. UDFന് തന്നെ വലിയ നേട്ടമുണ്ടായി എന്ന് അവർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ വയനാട് ക്യാമ്പിൽ കനകോലുവിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നത്. പല കാരണങ്ങളുണ്ട്. നല്ലൊരു പങ്ക് കാരണങ്ങൾ പ്രാദേശികമാണ്. പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങൾ, കാരണങ്ങളുണ്ട്. മറ്റൊരു കാര്യം, ഒരു കാര്യത്തിൽ ശരിയാണ്, ഞങ്ങൾ കൈവരിച്ചിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ തടസ്സമായിട്ടുള്ള ഒരു വിപുലമായ പ്രചരണ സംവിധാനം ഇടതുപക്ഷത്തിനും ഗവൺമെന്റിനുമെതിരായി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. എല്ലാ കാലത്തുമുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം അത് തീവ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലം 2ാം ഊഴം ഇടതുപക്ഷത്തിന് കിട്ടിയതോടുകൂടി 3ാം ഊഴത്തെക്കുറിച്ചുള്ള ഭീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇടതുപക്ഷത്തിനെതിരെ ഒരു തരത്തിലുള്ള മര്യാദയുമില്ലാത്ത, ഒരു തരത്തിലുള്ള നേരും നിറയുമില്ലാത്ത ഒരു യുദ്ധമുന്നണി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനെയൊക്കെ നേരിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്നതിലാണ് എനിക്ക് അത്ഭുതം. യഥാർത്ഥത്തിൽ അത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു യുദ്ധമുന്നണിയിലെന്നതുപോലെ മാധ്യമങ്ങൾ മുഴുവൻ ഞങ്ങൾക്കെതിരായിട്ട് തങ്ങളുടെ ക്യാമറകളും അതുപോലെ തന്നെ ടൺ കണക്കിന് പത്രക്കടലാസും വിനിയോഗിക്കുന്ന ഒരു കാലത്തും ഇടതുപക്ഷം അതിനെയൊക്കെ നേരിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ നോക്കൂ, ഓരോ ദിവസവും പത്രങ്ങൾ കേരളത്തിൽ ഇറങ്ങുന്നത് ലക്ഷക്കണക്കിന് കോപ്പി UDF ലഘുലേഖകളായിട്ട് വീട്ടിലെത്തുകയാണ്. ഇല്ലാത്ത വാർത്തകൾ, അസത്യങ്ങൾ, അർദ്ധസത്യങ്ങൾ, വിഷം പുരട്ടിയ വാക്കുകളിൽ നിറച്ചുകൊണ്ട് എല്ലാ ദിവസവും വരികയാണ്.
അത്ര ഡസനിലധികം വരുന്ന ടെലിവിഷൻ ചാനലുകൾ ഈ പ്രചണ്ഡമായ പ്രചരണം ഇടതുപക്ഷത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്നാഹങ്ങളോട് കിടപിടിക്കാവുന്ന സന്നാഹങ്ങൾ ഞങ്ങൾക്കില്ലാത്തതിൻ്റെ ഒരു പരിമിതിയുണ്ട്. എന്നിട്ടും അസംബ്ലി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കാക്കിയപ്പോൾ ഞങ്ങളെ എതിർക്കുന്ന മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് എന്ന്. ആദ്യം നിങ്ങളൊരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും കണക്കുകൾ വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടിന്റെ കണക്ക് വന്നപ്പോൾ 64 സീറ്റ് എന്നുള്ളത് പറഞ്ഞാൽ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഒപ്പത്തിനൊപ്പമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പ്രതീതി സൃഷ്ടിക്കാൻ നടത്തിയ വോട്ട് ഷെയറിലെ കണക്കുകളുടെ കാര്യം പറയുമ്പോഴും നമ്പർ ഉണ്ടാക്കുക എന്നത് ഏത് തെരഞ്ഞെടുപ്പിലും പ്രധാനമാണ്. ബീഹാറിലേക്ക് പോയാൽ പോലും അങ്ങനെ നോക്കിയാൽ RJD വലിയ ക്ഷീണം അനുഭവിച്ചില്ല. പക്ഷെ നമ്പർ അവരുടെ കയ്യിലില്ല എന്നാണ് പ്രധാന സംഗതി. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, താങ്കൾ പറയുന്നു, മിനിസ്റ്റർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു പ്രചാരണ സന്നാഹം പ്രതിപക്ഷത്തിന്റെ താല്പര്യത്തോടെ നിലനിൽക്കുന്നു. അതിൽ മാധ്യമങ്ങളുണ്ട്, പ്രതിപക്ഷമുണ്ട്, മറ്റു പല സംഘടനകളും ഉണ്ട് എന്ന്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അതായത് സർക്കാരിന്റെ ജെന്യുവിൻ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ശബ്ദത്തിൽ നിങ്ങളും വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ കാര്യങ്ങളെ ഡീവിയേറ്റ് ചെയ്യുന്നില്ലേ ശ്രീ MP രാജേഷ്? നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ പറയാനാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അതോ പ്രതിപക്ഷത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക? സമീപകാലത്തൊക്കെ നരേന്ദ്രമോദി എടുക്കുന്ന ഒരു സ്ട്രാറ്റജി അതാണ്. സ്വന്തം ഭരണ നേട്ടങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷം വന്നാൽ ഇങ്ങനെ സംഭവിക്കും, പ്രതിപക്ഷത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അവരുടെ വിശ്വാസ്യതയെ, ട്രസ്റ്റിനെ ഇല്ലാതാക്കുക, അവരുടെ മൊറയിൽ തകർക്കുക പോലുള്ള പരിപാടികൾ ഊന്നൽ കൊടുക്കുമ്പോൾ സത്യത്തിൽ ആകെ കാലുഷ്യം നിറഞ്ഞതാവുകയാണ് നമ്മുടെ പ്രചാരണ അന്തരീക്ഷം. അവിടെയല്ലേ ഇത് മുങ്ങിപ്പോകുന്നത്? നിങ്ങളല്ലേ സത്യത്തിൽ നിങ്ങളുടെ നേട്ടങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത് മറ്റു പരിപാടികൾ നിർത്തിയിട്ട്? ഞങ്ങളാണ് ഞങ്ങളുടെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത് തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ നേട്ടങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ, മന്ത്രിമാരുടെ പ്രസംഗങ്ങൾ നോക്കൂ. നിങ്ങളൊരു വരി കൊടുക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 4 കൊല്ലം നടന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു വരി കൊടുക്കാതിരുന്ന, ഒരു വാർത്ത കൊടുക്കാതിരുന്ന മാധ്യമങ്ങൾ കേരളം ആ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിന്റെ തലേ ദിവസം ഞെട്ടി ഉണർന്നിട്ടെന്ന പോലെ ഇന്നലെ തീരുമാനിച്ച് നാളെ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് എന്ന മട്ടിൽ നിങ്ങൾ അതിനെതിരായിട്ട് വാർത്ത കൊടുത്തിട്ടുള്ളവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് നമ്മൾ ഓർക്കണം. 4 കൊല്ലമായിട്ട് ലക്ഷക്കണക്കിന് ആൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. അന്ന് നിങ്ങൾ ഉറക്കം നടിക്കുകയും അത് ജനങ്ങൾ അറിയാതിരിക്കാൻ ജാഗ്രത കാണിക്കുകയും ചെയ്തു. പെട്ടെന്നൊരു ദിവസം എപ്പോൾ നടന്നു, ആര് നടന്നു എന്ന മട്ടിൽ വാർത്ത കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യം ഞാൻ പറയാം. കേരളത്തിൽ 6,547,000 പേരുമായിട്ട് കരാർ വെച്ചു. 4,81,000 പേർക്ക് വീടുണ്ടാക്കി കൊടുത്തു. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക ലൈഫ് ഭവന പദ്ധതിക്ക് കൊടുക്കുന്നത് കേരളമാണ്. ഇത് ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നേ വരെ നിങ്ങളാരും അതിനെ പറ്റിയിട്ടൊരു വാർത്ത കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ മീഡിയ വൺ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത എന്തായിരുന്നു? PMAY അർബൻ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കാത്തത് കൊണ്ട് കേരളത്തിലെ ഭവന നിർമ്മാണ പദ്ധതി ആകെ അവതാളത്തിൽ. ഇതേ നിങ്ങളായിരുന്നു PM ശ്രീയുടെ പേരിൽ ഞങ്ങളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് വ്യക്തമാവുന്നത്. എന്താ PMAY അർബനിലെ പ്രശ്നം? കേരളവും കേന്ദ്രവും തമ്മിൽ തർക്കം നിൽക്കുന്നുണ്ട്. തർക്കത്തിന്റെ കാര്യം എന്താണ്? നരേന്ദ്രമോദിയുടെ ചിത്രം ഉൾപ്പെടെയുള്ള ബ്രാൻഡിംഗ് വേണം, എന്നാലേ പണം തരൂ എന്ന് കേന്ദ്രം നിഷ്കർഷിക്കുന്നു. കേരളം ഒരു നിലപാടെടുത്തു, വ്യക്തിഗതമായിട്ടുള്ള ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ ബ്രാൻഡിംഗ് പറ്റില്ല. വീട്ടിൽ ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കാൻ പറ്റില്ല, അത് അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കും. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തെഴുതി. ഞാൻ കേന്ദ്രമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ട് സംസാരിച്ചു. ബാക്കി കാര്യങ്ങളിൽ ബ്രാൻഡിംഗ് ആവട്ടെ, അതുപോലെയല്ല വ്യക്തിഗതമായി ഒരു ഗുണഭോക്താവിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ വീടിന്റെ മുമ്പിൽ ഒരു ചിത്രവും ഒരു ലേബലും എഴുതി ഒട്ടിക്കുന്നത്. ആ തർക്കം പരിഹരിച്ചിട്ടില്ല. ഇവിടെ അവർ കൊടുക്കുന്നത് 1.5 നമ്മൾ 4 ലക്ഷം കൊടുക്കുന്നുണ്ടേ. ആളുകളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ വെറും 1.5 ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരുടെ കൂടെയാണ് നിന്നത്? നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മോദിയുടെ കൂടെയാണ് നിന്നത്. മനസ്സിലായില്ലേ? PMAYയിൽ നമുക്ക് ആളുകൾക്ക് കൊടുക്കുന്ന വീട്ടിൽ നരേന്ദ്രമോദിയുടെ പദ്ധതിയുടെ പേരെഴുതി വെക്കാൻ പറ്റില്ല എന്ന് സർക്കാരിന്റെ ഒരു പൊളിറ്റിക്കൽ നിലപാടാണ്. അത് നിശ്ചയമായും അത് വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്ന്, അംഗീകരിക്കേണ്ടതാണ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അപ്പൊ അതിനകത്ത് വാർത്തയിലെ ഭരണഘടനാപരമായ നിലപാടാണ്. യെസ്, മനുഷ്യരുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അത് ഭരണഘടനാപരമായി ബന്ധപ്പെട്ടതാണ്. അതിലെ വാർത്തയിലെ കൺസ്ട്രക്ഷൻ താങ്കൾക്ക് വിമർശനം ഉന്നയിക്കാവുന്നതാണ്. എൻ്റെ ചോദ്യം, അപ്പോൾ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുന്ന നോംസിനോട് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന വിശാലമായ സമീപനമാണോ
അതോ PMAYയിൽ ഭിത്തിയിൽ പേരൊട്ടിക്കുന്നതിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ, മറ്റു പല നോംസിനോടും ഞങ്ങൾക്ക് വിശാലമായ സമീപനമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ PM3യിൽ ഒപ്പുവെച്ചു, അങ്ങനെ ഇങ്ങനെ അങ്ങനെ രണ്ട് തരത്തിലാണോ ഇതിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്? അല്ലല്ലോ. ഇപ്പൊ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളാണ്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊക്കെ നിലപാടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളെയെല്ലാം സംസ്ഥാനത്തിന് അനുവദിക്കുന്ന ഫണ്ടിനെ മുഴുവൻ ഔദാര്യമായിട്ടും കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുമുള്ള നീക്കം നടത്തുന്നുണ്ട്. അതിനെ മുഴുവൻ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ PM3യുടെ കാര്യത്തിൽ എന്താ, 1500-1600 കോടി കേരളത്തിന് കിട്ടാതെ വന്നാൽ കേരളം ബുദ്ധിമുട്ടിലാകുമായിരുന്നു എന്ന വസ്തുത ഞങ്ങൾ കണക്കിലെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതേസമയം ഒരു സമ്മർദ്ദത്തിനും വഴങ്ങിയിട്ടില്ല. ഇപ്പോ ചരിത്രം വളച്ചൊടിക്കുന്ന സിലബസ് വന്നു, കേരളം നടപ്പാക്കിയോ? നിങ്ങളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമല്ലേ. ഭഗത് സിംഗിന്റെ പേര് വെട്ടാൻ തീരുമാനിച്ചു, കേരളം നടപ്പാക്കിയോ? നടപ്പാക്കിയിട്ടില്ലല്ലോ. സവർക്കറെ കുറിച്ച് പഠിപ്പിക്കാൻ കേരളം തയ്യാറായോ? തയ്യാറായിട്ടില്ല. എന്തെല്ലാമാണോ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിയത് അത് മുഴുവൻ ഉൾപ്പെടുത്തി പഠിപ്പിച്ച ഒരൊറ്റ സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ. അത് ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന കേരളമാണ് എന്ന കാര്യം നിങ്ങൾ മറച്ചുവെച്ചാലും യാഥാർത്ഥ്യമാണ്. അതാണ് നിലപാട് എന്ന് പറയുന്നത്. അതല്ലാതെ ഫണ്ട് തരണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ സൗകര്യമില്ല. അത് തെളിയിച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റ്. അത് തെളിയിച്ചൊരു ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പല്ലേ കേരളത്തിലുള്ളത്. ശരി, ഞാൻ PMCയിൽ തട്ടി മുന്നോട്ട് പോകണമെന്നില്ല, പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നമ്മൾ നീണ്ടുപോകണമെന്നൊരു പ്ലാൻ എനിക്കില്ല. ഞാൻ ചോദിക്കുന്നത് മറ്റേതിലേക്ക് തിരിച്ചു വരികയാണ് മിനിസ്റ്റർ. അതായത് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ സംസ്ഥാനത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അതിന് കാരണക്കാർ ആരൊക്കെയാണെന്നുള്ള ചോദ്യത്തിൽ എനിക്ക് തോന്നുന്ന പല കാരണങ്ങളുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ സർക്കാർ അതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ സവിശേഷമായി തന്നെ ഡ്യൂട്ടി ചെയ്യുന്നത്, അധികമായി ചെയ്യുന്നത്, അതൊന്നും പൂർണ്ണമായ തോതിൽ ഡിസ്കസ് ചെയ്യപ്പെടണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ വൈകാരിക സ്വഭാവമുള്ള സ്പൈസി എലമെൻസ് ഉള്ള സംഗതികൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുക സ്വാഭാവികമാണ്. അത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ സാധാരണ നിലയ്ക്കുള്ള ഒരു അഭിരുചിയും അതാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാത്തവരല്ലോ നിങ്ങൾ, പാർട്ടിക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആളുകൾ. നിങ്ങൾ ആ നിലയ്ക്ക് വലിയ തോതിൽ ഹീറ്റഡ് ഡിബേറ്റിന് കാരണമാകുന്ന സംഗതികൾ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നില്ലേ? ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തിയിട്ടുള്ള സജി ചെറിയാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലും എങ്ങനെയാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? അദ്ദേഹത്തിന് ഒഴിവാക്കാൻ കഴിയുമെന്ന കാര്യമായിരുന്നു അത്. അപ്പോൾ വസ്തുതാവിരുദ്ധമായ സംഗതികൾ, വിദ്വേഷ സ്വഭാവമുള്ള സംഗതികൾ, സാമൂഹിക കാലുഷ്യത്തിന് കാരണമാകുന്ന സംഗതികൾ നിങ്ങൾ തന്നെ, നിങ്ങളുടെ പ്രധാനികൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിന്മേൽ കേരളം നിന്ന് കത്തുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ ചർച്ചയാക്കുന്നില്ല ആരും, അതാരും കാണുന്നില്ല എന്ന്. സത്യത്തിൽ നിങ്ങളുടെ സ്വയം കൃതാനർത്ഥമല്ലേ ഇതിന്റെ കുഴപ്പത്തിന് കാരണം? CMB രാജേഷ്, അതിന് മറുപടി പറയാം. അതിനു മുമ്പ് നിഷാദ് വളരെ കൗശലത്തോടെ പറഞ്ഞ ഒരു കാര്യം അതിനൊന്ന് മറുപടി പറയട്ടെ. സർക്കാരിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ നന്നായി ചെയ്യുന്നു എന്ന ഞങ്ങളുടെ അവകാശവാദത്തെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ പറയണം നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്നാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സർക്കാരിന്റെ കടമയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുക. പക്ഷെ ഇതിനു മുമ്പ് UDFന്റെ ഗവൺമെന്റുകൾ ആ കടമ നിർവഹിച്ചിട്ടുണ്ടോ? അവിടെയല്ലേ വ്യത്യാസം വരുന്നത്. ആ കടമ നിർവഹിക്കുന്നതിൽ പരിപൂർണമായി പരാജയപ്പെട്ട് കേരളത്തെ വിനാശകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചൊരു ഭൂതകാലം അത്ര പഴയതല്ല. 10 കൊല്ലം മുമ്പ് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഒറ്റ കാര്യം എടുക്കൂ, പെൻഷന്റെ കാര്യം എടുക്കൂ. 2006 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരമൊഴിയുമ്പോൾ 28 മാസത്തെ പെൻഷനായിരുന്നു കുടിശ്ശിക. 2016 വീണ്ടും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരമൊഴിയുമ്പോൾ 18 മാസത്തെ പെൻഷനായിരുന്നു കുടിശ്ശിക. അന്ന് നിസ്സാരമായ പൈസയാണ്. അതുപോലും മാസങ്ങളും കൊല്ലങ്ങളും കുടിശ്ശികയാക്കി വെച്ചൊരു ഗവൺമെന്റ് ആണ് UDFന്റെ. ഇവിടെ കൃത്യമായിട്ട് അതും കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും ശ്വാസം മുട്ടിച്ചിട്ടും ഇത്രയും ദ്രോഹിച്ചിട്ടും കൃത്യമായി കൊടുക്കുന്നു എന്ന് മാത്രമല്ല വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് UDFനെ ന്യായീകരിക്കാൻ പറ്റില്ല. LDF നന്നായി ചെയ്തു എന്ന് അഭിനന്ദിക്കാനും വയ്യ. അപ്പോ എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്യുകയല്ലേ എന്ന് ലളിതവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞങ്ങൾ പറയുന്നത്. ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച കടമ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോലും ഇല്ല എന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഞാൻ ചോദിക്കുന്നത് സർക്കാർ മോശമായി കാര്യങ്ങൾ ചെയ്തു, സർക്കാർ നല്ലത് ചെയ്യുന്നു എന്നത് അംഗീകരിക്കാൻ ഗവൺമെന്റിന് അതിന്റെ വിവിധ വകുപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള അതിലെ മികവ് അംഗീകരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുകയാണ് അവയൊന്നും ജനങ്ങൾക്കിടയിൽ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് എത്താതിരിക്കാൻ ആവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയല്ല എന്നാണ് എന്റെ ചോദ്യം. എനിക്ക് പറയാനുള്ള
ഞാൻ അങ്ങേക്ക് പ്രത്യേക താല്പര്യമുള്ള വിഷയത്തിൽ മറുപടി പറയുക തന്നെ ചെയ്യും. അല്പം ക്ഷമിക്കൂ. എനിക്ക് പറയാനുള്ള കാര്യം കൂടി പറയാനുള്ള അവസരമായിട്ടാണല്ലോ ഞാൻ ഈ അഭിമുഖത്തെ കാണുന്നത്. നോക്കൂ, വിദ്യാഭ്യാസ മേഖലയിലെ പാഠപുസ്തകം ഓണപരീക്ഷയ്ക്ക് കൊടുക്കാൻ പറ്റാത്തതും ഓണം നേരത്തെ വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി 10 കൊല്ലം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു. ഈ 10 കൊല്ലത്തിനിടയിൽ അങ്ങനെ അനുഭവം ഉണ്ടായോ? പുസ്തകം, യൂണിഫോം, ഉച്ചഭക്ഷണം, ഏതെങ്കിലും കാര്യത്തിൽ പ്രശ്നം വന്നിട്ടുണ്ടോ? അപ്പോൾ ഈ താരതമ്യം ഞങ്ങൾ പറയുന്നു എന്നത് പലരെയും അസ്വസ്ഥമാക്കും. പക്ഷെ വസ്തുതയല്ലേ. ഇനി ചോദ്യത്തിലേക്ക് വരാം. ആരാണ് ഹീറ്റഡ് ഡിബേറ്റിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്? ഇവിടെ നോക്കൂ, സെലക്റ്റീവായിട്ടല്ലേ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. ചില കാര്യങ്ങളെ പർവ്വതീകരിച്ച് അതിശയോക്തിപരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയുകയാണ് അതിൻ്റെ മുകളിൽ നിന്ന് കത്തുകയാണ്. ഇവിടെ പഴയ പല പ്രസ്താവനകളും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രസ്താവനകളുണ്ടല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ഡൗൺ പ്ലേ ചെയ്തത്? നോക്കൂ, AK ആന്റണിയാണ് പറഞ്ഞത് കേരളത്തിലെ സംഘടിത ന്യൂനപക്ഷം വിലപേശി അന്യായമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നു എന്ന്. അങ്ങനെ അതിന് തുല്യമായ വല്ല പ്രസ്താവനയും സജി ചെറിയാനോ ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കളോ നടത്തിയിട്ടുണ്ടോ? AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറഞ്ഞതാണ്. ഇപ്പോ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ്, മുൻ MLA ആയ ആള്, പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം എന്താ പറഞ്ഞത്? മതമാണ് പ്രശ്നമെന്ന് അലറുകയായിരുന്നു അല്ലേ? നിങ്ങൾക്ക് മതമല്ല പ്രശ്നമെങ്കിൽ ഞങ്ങൾക്ക് മതമാണ് പ്രശ്നമെന്ന് ആക്രോശമാണ്, ഭീഷണിയുടെ സ്വരത്തിലാണ് പറയുന്നത്. അധികാരം തിരിച്ചു പിടിക്കണം. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്, സമുദായത്തിന് വേണ്ടി എന്നുള്ളതാണ്. അത് കത്തിയില്ലല്ലോ, നിങ്ങൾക്കത് വിഷയമായില്ലല്ലോ, നിങ്ങൾ തമസ്കരിക്കുകയല്ലേ ചെയ്യുന്നത്. എത്രയെത്ര പ്രസ്താവനകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് സമാനമായിട്ടുള്ള. കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിവാഹത്തെ മുൻനിർത്തി നടത്തിയിട്ടുള്ള പ്രസ്താവന കോഴിക്കോട് കടപ്പുറത്തല്ലേ നടത്തിയത്? എന്ത് പ്രസ്താവനയായിരുന്നു? ആ പ്രസ്താവനയെ കേരളം ഒന്നാകെ തള്ളിപ്പറയുകയും മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം അതിനെ തള്ളിപ്പറയുകയും ചെയ്തല്ലോ. വലിയ പ്രചരണ സന്നാഹം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് കടപ്പുറത്ത് നടത്തിയ സ്റ്റേറ്റ്മെന്റ് അങ്ങേയറ്റം വഷളത്തരമായിരുന്നു. ആ വഷളത്തരത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തള്ളിക്കളയുകയും ചെയ്തു. സജി ചെറിയാന്റെ സ്റ്റേറ്റ്മെന്റ് CPIM തള്ളിക്കളയുന്നുണ്ടോ? ഇല്ല. നോക്കൂ, KM ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും മുസ്ലിം ലീഗ് നേതാവ് തള്ളിപ്പറഞ്ഞോ? മുസ്ലിം ലീഗ് തള്ളി പറഞ്ഞിട്ടുണ്ടോ? SIR-ന് ഉത്തരവാദി പിണറായിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന വീഡിയോ വന്നില്ലേ? വീടാന്തരം കയറി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ പറഞ്ഞ ലീഗിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള കുഴപ്പം പിടിച്ച സംഗതികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല. ഇപ്പൊ പിണറായി വിജയൻ തലശ്ശേരി കലാപത്തിന്റെ ഉത്തരവാദിയാണെന്ന് വരെ ഷാജി പറഞ്ഞു. ഷാജി അക്കാര്യത്തിൽ പരിധി കവിഞ്ഞ് വർത്തമാനം പറയുന്നുണ്ടോ എന്ന കാര്യം എന്ന് സമ്മതിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ഈ സംഗതികളെ നിങ്ങൾ വിമർശനാത്മകമായി കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കൾ വർത്തമാനം പറയുമ്പോൾ സൂക്ഷ്മത പാലിക്കാൻ കഴിയുന്നില്ല? മലപ്പുറത്ത് ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ അവിടുത്തെ വർഗീയത അറിയാമെന്ന് സജി ചെറിയാൻ പറഞ്ഞാൽ അത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പറയുന്നതായിട്ടല്ല ജനം മനസ്സിലാക്കേണ്ടത്. ഒരു തിരുത്തുവരെ വന്നിട്ടുമില്ല. നോക്കൂ, സജി ചെറിയാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു തരത്തിലും വർഗീയമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കില്ല എന്ന് മനസ്സിലാക്കണം. അതിന് ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. എല്ലാ വർഗീയ ശക്തികളെയും ഞങ്ങൾ ചെറുത്തിട്ടുള്ളത് ജീവനും ചോരയും കൊണ്ടാണ്. അത് ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ചോരപ്പാട്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആ ചോരപ്പാടുണ്ട്. ആ ചോര ചൊരിഞ്ഞിടത്തിന്റെ 7 അയലത്ത് വരാൻ ഒരു പാർട്ടിയും കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് അനുഭവങ്ങൾ എത്രയുണ്ടല്ലോ. അല്ല, എനിക്കതിനോട് തർക്കമൊന്നുമില്ല. എനിക്കതിനോട് തർക്കമില്ല. MP രാജേഷ്, ഞാൻ ചോദിക്കുന്നത് മലപ്പുറത്തും കാസർഗോഡും തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയത അറിയാൻ കഴിയുമെന്ന് സജി ചെറിയാൻ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുകയാണ്? അതെ, നിങ്ങൾക്ക് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞത് ഒരു പ്രശ്നമല്ല. മതത്തിനും സമുദായത്തിനും വേണ്ടി അധികാരം തിരിച്ചുപിടിക്കണമെന്ന് പറഞ്ഞത് ഒരു പ്രശ്നമേ അല്ല. ഞാനത് KM ഷാജിയെ കിട്ടുമ്പോൾ ചോദിക്കാം. എനിക്കിപ്പോ CPIM-ന്റെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ താങ്കളെ കിട്ടുമ്പോൾ താങ്കളോട് നിങ്ങളെ പാർട്ടിയെ കുറിച്ചല്ലേ ചോദിക്കാൻ കഴിയാം? അതിനെക്കുറിച്ചുള്ള എന്റെ വിമർശനം ഞാൻ ഷാജിയോട് ചോദിക്കാം. നിശ്ചയമായും ഞാൻ ചോദിക്കുന്നത് CPIM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള താങ്കളോട് ചോദിക്കുകയാണ്. സജി ചെറിയാൻ മലപ്പുറത്തും കാസർഗോഡും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ വർഗീയത അറിയാം എന്ന് പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോന്നാണ്? സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വിശദീകരിച്ചു. ഞങ്ങളാരും ഒരു തരത്തിലും സമൂഹത്തിൽ വർഗീയമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്നവരല്ല. അതാ ഞാൻ പറഞ്ഞത്.
ഞങ്ങളാണ് വർഗീയതയ്ക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ വില കൊടുത്തിട്ടുള്ളതും ഞങ്ങളാണ്. അത് പറയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. കുഞ്ഞിരാമൻ പള്ളിക്ക് മുമ്പിൽ കാവൽ നിന്ന് കുത്തേറ്റ് മരിച്ചിട്ടുള്ളത് പറയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാവുകയാണ്. നോക്കൂ, എല്ലാ വർഗീയതയും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാ? RSS ഉയർത്തുന്ന വർഗീയതയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമേ ഇല്ല. കാരണം RSS ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്നു, അവർക്ക് അധികാരം പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ എത്ര ശ്രമിച്ചാലും അധികാരം പിടിക്കാനാവില്ല. പക്ഷേ എന്തുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കണം? ന്യൂനപക്ഷ വർഗീയത RSSന്റെ വർഗീയതയ്ക്ക് വളരാനുള്ള ഇന്ധനമാണ്. ന്യൂനപക്ഷ വർഗീയതയെ കൂടി എതിർക്കാതെ RSSന്റെ വർഗീയതയെ എതിർത്ത് തോൽപ്പിക്കാൻ, അതിനെതിരായ പോരാട്ടത്തിൽ മതനിരപേക്ഷവാദികളെ അണിനിരത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ നിലപാട് എന്താ? ഞങ്ങളെ എതിർക്കാൻ പാടില്ല എന്നതാണ്. ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കാൻ ഞാൻ പറഞ്ഞതേയില്ല. ഞങ്ങൾക്ക് RSS ന്യൂനപക്ഷ എല്ലാത്തരം വർഗീയതയും എതിർക്കുക എന്നത് CPIM-നെ പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് എന്നിരിക്കെ അതിനെടുത്ത് ഉപയോഗിക്കുന്ന ടൂളുകൾ എന്ന് പറയുന്ന സംഗതി ലോജിക്കലായിരിക്കണം, വസ്തുതാപരമായിരിക്കണം. താങ്കൾ ഒരു വാചകത്തിൽ ഒഴിഞ്ഞു പോവുകയാണ്. എന്താണ് അദ്ദേഹം നടത്തിയ പരാമർശം? അദ്ദേഹം വിശദീകരിച്ചുവെന്ന്. അത് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന് കാണുക. രണ്ട്, മലപ്പുറത്തെയും കാസർഗോഡിനെയും കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ കാസർഗോഡിന്റെ കാര്യം മാത്രം പറഞ്ഞ് മലപ്പുറം അദ്ദേഹം സ്കിപ്പ് ചെയ്യുകയാണ്. വേറൊരു കമ്മ്യൂണിസ്റ്റുകാരന് അത് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന ഗുരുതരമായ പ്രശ്നം സജി ചെറിയാന്റെ വാക്കുകളിലുണ്ട്. മലപ്പുറത്ത് ജയിച്ച ആളുകളുടെ കണക്കെടുക്കുക ഇന്ന് DCC പ്രസിഡന്റ് പ്രസിദ്ധീകരിച്ചു. അതിൽ 450-ലധികം ആളുകൾ നോൺ മുസ്ലിംസ് ആണ്. എന്നിട്ട് കൂടി അവിടെ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ വർഗീയത അറിയാമെന്ന് വസ്തുതാവിരുദ്ധമായ സംഗതി വിദ്വേഷത്തിനായി പറയാണ്. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചല്ലോ എന്ന് താങ്കൾ പറയാണ്. വിശദീകരിച്ചതും ഫ്ലോപ്പായിരുന്നു. അത് താങ്കൾ വിശദീകരിച്ചത് ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ് ശ്രീ MP രാജേഷ് താങ്കൾ? അല്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി സജി ചെറിയാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ സജി ചെറിയാനോട് ചോദിക്കണം. ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള വർഗീയതയ്ക്കും എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ വാക്കുകൊണ്ട് മാത്രമല്ല, നാക്കുകൊണ്ട് മാത്രമല്ല, ജീവനും കൊടുത്ത് പോരാടിയിട്ടുള്ളവരാണെന്നാണ് പറഞ്ഞത്. അതിന് ആരുടെയെങ്കിലും ഒരു പ്രസ്താവനയ്ക്ക് മറുപടി പറഞ്ഞിട്ട് ഇനി തെളിവ് ഹാജരാക്കേണ്ട കാര്യമൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. അത് മനസ്സിലാക്കിക്കൊള്ളണം. അത് മനസ്സിലാക്കണം. ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെല്ലായിടത്തും വർഗീയതയ്ക്കും വംശീയതയ്ക്കും പോരാടി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന നയനിലപാട് വർഗീയതയ്ക്കും എല്ലാ നിലക്കുള്ള വിഘടനവാദത്തിനും എതിരാണെന്നിരിക്കെ തന്നെ ആരുടെയെങ്കിലും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളത് ചെറുതാക്കാമോ? ഞാൻ ഇതിനധികം നിൽക്കുന്നില്ലേ, പെട്ടെന്ന് പോകും ഞാൻ ഈ വിവാദം. എങ്കിൽ ഞാൻ ചോദിക്കുകയാണ് മിനിസ്റ്റർ, അതായത് ആരുടെയെങ്കിലും ഒക്കെ സ്റ്റേറ്റ്മെന്റിന് മറുപടി പറയലാണോ ഞങ്ങളുടെ ഉത്തരവാദിത്വം ചോദിച്ചാൽ ആരെങ്കിലും ഒക്കെയാണോ പറയുന്നത്? ഒന്ന്, CPIM എന്ന് പറയുന്ന റൂളിംഗ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ ഒരാൾ പറഞ്ഞതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, ആരുടെയെങ്കിലും അല്ല. നോക്കൂ, SNDP ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മതസാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ. അദ്ദേഹം പറയുകയാണ് ഇവിടെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ പേടിച്ചാണ് ജീവിക്കുന്നത്. അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്താണ് മിനിസ്റ്റർ? ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ പേടിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഭരിക്കുമ്പോൾ, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു എന്ന് പറയുന്നത് ഒരു മതസമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അതിന് കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇല്ല എന്നാണോ? AK ആന്റണി മുതൽ KM ഷാജി വരെ ഉള്ളവർ പറഞ്ഞ ഭാഷയിൽ സജി ചെറിയാൻ സംസാരിച്ചിട്ടില്ലെന്ന്. ആ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഞാൻ പറഞ്ഞത് കുറെ നിങ്ങള് ഇന്നത്തെ കാലത്ത് സംസാരിക്കുമ്പോൾ അതെങ്ങനെയെല്ലാം ദുരുപയോഗിക്കപ്പെട്ടേക്കാം, ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടേക്കാം എന്ന കാര്യത്തിൽ അദ്ദേഹം ഇത്രത്തോളം വിചാരിച്ചിട്ടുണ്ടാവില്ല. ശരി, അപ്പൊ ഇത് ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കും. അതായത് ഈ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? കേരളത്തിൽ കുറെ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സമാധാന അന്തരീക്ഷം, സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ. നിങ്ങളൊരു റൂളിംഗ് പാർട്ടിയാണെന്ന് മാത്രമല്ല, നിങ്ങൾ ഭരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഭരണകാലത്ത് അങ്ങനെ ഒരു പ്രശ്നം കേരളത്തിലില്ല. ഞങ്ങളുടെ ഭരണകാലത്ത് മുസ്ലിങ്ങളെ പേടിച്ചല്ല ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഭരണകാലത്ത് മലപ്പുറത്ത് ആർക്കും ജീവിക്കാൻ ഒരു പ്രശ്നവുമില്ല എന്ന് വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം പോലും എന്തേ സർക്കാർ നിർവഹിക്കാത്തത് എന്ന അത്ഭുതം അവിടെ ഉണ്ട്. ഫൈനലി, മൈ ഫൈനൽ ക്വസ്റ്റ്യൻ ഓൺ ദിസ്. നിങ്ങൾക്കൊക്കെ പല കാര്യങ്ങളിലും അത്ഭുതവും വിസ്മയവും തോന്നും. താലിബാൻ കാബൂൾ പിടിച്ചപ്പോൾ വിസ്മയം തോന്നിയിട്ടുള്ള ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്നാൽ ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇക്കാര്യം വാചകം പഠിച്ച് തെളിയിക്കേണ്ട കാര്യമല്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇന്ത്യയിൽ വർഗീയ കലാപം നടക്കാത്ത ഒറ്റ സംസ്ഥാനം കേരളം അല്ലാതെ മറ്റൊന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കൂ. വേറൊരു സംസ്ഥാനത്തിന്റെ പേര് പറയൂ. ഇപ്പൊ വന്നിരുന്നല്ലോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റ. 10 കൊല്ലത്തിനിടയിൽ ഒരു വർഗീയ കലാപമോ സംഘർഷമോ ഇല്ലാത്ത കേരളം അല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിന്റെ പേര് പറയോ? ചെറിയ കാര്യമാണെന്നാണോ കരുതുന്നത്?
മോദി ഭരണത്തിന്റെ തണലിൽ ഇന്ത്യയിലാകെ RSS വർഗീയ ധ്രുവീകരണവും സംഘർഷവും കലാപവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും രാവിലെ പശുവിന്റെ പേരിലോ ബീഫിന്റെ പേരിലോ ആളെ തല്ലിക്കൊല്ലുന്നതിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ട അയൽപ്പക്കത്തെ കർണാടകയിൽ നിന്ന് വരെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 10 കൊല്ലം ഒരു വർഗീയ ശക്തിക്കും തലപൊക്കാൻ അനുവദിക്കാത്ത ഒരു ഗവൺമെന്റ് കേരളത്തിലാണ് ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഒരു വർഗീയ ശക്തിക്കും തങ്ങളുടെ തലയൊന്ന് പൊക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അതിൽ അസ്വസ്ഥരായ വർഗീയ ശക്തികൾ എല്ലാ ഭാഗത്തും കാണും. അതാണ് ഞങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യം. വേറെ ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടെങ്കിൽ പറയൂ. അത് ഞങ്ങള് പ്രവർത്തിച്ച് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും കാലത്ത് ഇവിടെ UDF അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മാറാട് കലാപത്തിന്റെയൊക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വർഗീയ ശക്തിക്ക് ഒരു സംഘർഷം കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ നൽകുന്ന ഗ്യാരണ്ടി അതാണ്. ഒരു കാര്യം കൂടി പറയാം. SIR-ന് ഉത്തരവാദി പിണറായിയാണെന്ന് UDF പ്രചരിപ്പിക്കുകയല്ലേ, ലീഗൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. SIR-ന്റെ പേരിൽ ഒരാളുടെയും അർഹമായ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വില്ലേജ് അടിസ്ഥാനത്തിൽ സർക്കാർ സംവിധാനത്തെ ഉപയോഗിച്ച് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കിയ ഒരു സംസ്ഥാനം കേരളമല്ലാതെ വേറെ ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടോ? നേറ്റിവിറ്റി കാർഡ്, നിയമപരമായ പിൻബലമുള്ള നാറ്റിവിറ്റി കാർഡ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് ഒരാളുടെയും പൗരത്വത്തിൽ ആശങ്ക വേണ്ട, അതിൽ തൊടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് അത്തരമൊരു നടപടി സ്വീകരിച്ച് വേറെ ഏതൊരു ഗവൺമെന്റിന്റെ പേര് നിങ്ങൾ പറയൂ, ഞാൻ കേൾക്കാം. ഇതല്ലാതെ ഇതൊക്കെ ചെയ്ത വേറൊരു ഗവൺമെന്റ് ഉണ്ടോ? എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങൾ ഇനി വാചകമടിച്ച് തെളിയിക്കണം എന്ന്. അതിനകത്തുള്ള എന്റെ പോയിന്റ്, ഈ മതസാമുദായിക കാലുഷ്യം എന്ന് പറയുന്നത് കായികമായ സംഘർഷങ്ങൾ മാത്രമാണോ, അതോ ഭാവിയിൽ കലാപം ഉണ്ടാക്കാൻ കഴിയും വിധത്തിൽ മനുഷ്യരുടെ മനസ്സുകളെ അകറ്റുന്ന തരത്തിൽ വലിയ പ്രോജക്റ്റ് നടക്കുമ്പോൾ അതിനോട് നിശബ്ദത അവലംബിക്കലാണോ ചെയ്യേണ്ടതെന്നുള്ള വിമർശനാത്മകമായ ക്വസ്റ്റ്യനാണ് എൻ്റെ ഉള്ളത്. പക്ഷെ അതിൽ ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല, അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. വീണ്ടും ഇലക്ഷനിലേക്ക് വരികയാണ്. അവിടെ MP രാജേഷ് താങ്കൾ തൃത്താലയിൽ ഞെട്ടിക്കുന്ന വിജയം LDF-ന് നേടിക്കൊടുത്ത ഒരാളാണ്. അവിടെ പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തോടെ കളത്തിലുണ്ട്. VT ബൽറാം അവിടുത്തെ കോൺഗ്രസിലെ സകലമാന പ്രശ്നങ്ങളും അവസാനിക്കുകയും ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ കരുത്തോടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ സർവ്വസജ്ജമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു സൂചന എന്നോണം അവർക്ക് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ചില വിജയങ്ങളുള്ള ഒരു കോൺഫിഡൻസും അവർ പ്രകടമാക്കുന്നുണ്ട്. തൃത്താലയിലെ ഒരു നിയമസഭാ സാധ്യതയെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുക? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കിലാണ് എങ്കിൽ അധികം കോൺഫിഡൻസിന് അവകാശമില്ല. കാരണം എന്താന്ന് വെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത്, അവിടെ മുനിസിപ്പാലിറ്റി ഇല്ലാത്ത മണ്ഡലമാണ്. ജില്ലാ പഞ്ചായത്ത് വോട്ട് അവിടെ ഏറ്റവും ആധികാരികവുമാണ്. കാരണം മുനിസിപ്പാലിറ്റിയേ ഇല്ല. അവിടെ UDF-ന് അധികമുള്ളത് 867 വോട്ടാണ്. അത് അത്രമാത്രം ആത്മവിശ്വാസത്തിന് ഇടയാക്കുന്നതാണ്. എങ്കിൽ ആ വിശ്വാസം അവരെ കാക്കട്ടെ തെരഞ്ഞെടുപ്പ് വരെ എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. പിന്നെ മത്സരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ സ്വയം പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളാവുന്ന രീതിയല്ലല്ലോ ഉള്ളത്. അത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. തൃത്താലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം നമ്പറിന്റെ വ്യത്യാസം ഓക്കെ, പക്ഷേ പഞ്ചായത്ത് നഷ്ടപ്പെടുക, മേജർ കൂടുതൽ പഞ്ചായത്തുകൾ UDF കയ്യിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇടുക്കി നിയമസഭാ മണ്ഡലത്തിന്റെ കാര്യം എടുത്താൽ അവിടെ റോഷി അഗസ്റ്റിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ പക്ഷേ കംപ്ലീറ്റ് അപ്പുറത്ത് പോയി. താങ്കൾ തിരിച്ചുപിടിച്ച താങ്കളുടെ രാഷ്ട്രീയ ഭൂമിക എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണ് ഇപ്പൊ തൃത്താല. പക്ഷെ അവിടെ ഗ്രൗണ്ട് അടിയിൽ നിന്ന് പോയോ? നിഷാദെ, നന്നായി ഹോംവർക്ക് ചെയ്യണം ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ. കഴിഞ്ഞ തവണ തൃത്താലയിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് കൂടുതലുണ്ടായിട്ടില്ല. 4 പഞ്ചായത്തേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ, 4 പഞ്ചായത്ത് UDF-ന് ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടാണ് 3 മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചിട്ടുള്ളത് എന്ന് കാണണം. ആ 4-ൽ ഒരു പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിച്ചത് ടോസ് ചെയ്തപ്പോഴാണ്, കപ്പൂർ പഞ്ചായത്ത്. അപ്പൊ ഫലത്തിൽ ജയിച്ചത് 3 ഉണ്ടായിരുന്നുള്ളൂ. ടോസ് ചെയ്തപ്പോൾ കപ്പൂർ പഞ്ചായത്ത് ജയിച്ചു. ഇത്തവണ ആ കപ്പൂർ പഞ്ചായത്ത് UDF ജയിച്ചു. പരമ്പരാഗതമായി UDF-ന്റെ സ്വാധീന മേഖലയാണ് കപ്പൂർ പഞ്ചായത്ത്. അത്രേ അവിടെ വന്നിട്ടുള്ള മാറ്റമുള്ളൂ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പഞ്ചായത്ത് പോയി, അവരുടെ കയ്യിൽ നിന്ന് ഒരു പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അപ്പോൾ ഇത്രയേ അവിടെ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഈ ഫേസ്ബുക്കിൽ UDF-കാര് പ്രചരിപ്പിക്കുന്നത് കേട്ടിട്ട് കാര്യങ്ങൾ, വസ്തുതകൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ അങ്ങേപ്പോലെ ഒരാൾ വിശ്വസിക്കാൻ പാടില്ല. ശരി, അപ്പോൾ MP രാജേഷിന്റെ മത്സരത്തിന്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനം എന്തുമാവാം, അങ്ങനെ ആവുന്നവരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചനയ്ക്കില്ല എന്നാണ്. അതായത് തൃത്താലയിൽ പൊതുവിലുള്ള രാഷ്ട്രീയമായ സാഹചര്യം, തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ
5 വർഷം നടത്തിയ സമാനതകളില്ലാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ അത് അക്കമിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് ആ വികസന പ്രവർത്തനങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുക ജനങ്ങളുടെ മുമ്പിൽ. രണ്ടിന്റെയും ബലത്തിൽ ആര് സ്ഥാനാർത്ഥിയായിട്ട് LDF നിർത്തിയാലും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. ജനങ്ങളുടെ അനുഭവത്തിൽ വികസനം ഉണ്ടായിട്ടുള്ളൊരു മണ്ഡലമാണ്. ശരി. ഒരു മറ്റൊന്ന്, ഇപ്പൊ ഇത്തവണ ഒരു സ്ക്വാഡിനെ നിശ്ചയിക്കുന്ന സമയത്ത് അസാധാരണമായ ചില സംഗതികൾ ഉണ്ടാകുന്നതിന് സൂചന CPM-നകത്ത് നിന്ന് കേൾക്കുന്നു. കാരണം 2 തവണ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണം എന്നുള്ള വ്യവസ്ഥ ആ തവണത്തെ വ്യവസ്ഥ മാത്രമായിരുന്നാണ് MV ഗോവിന്ദൻ ഇതേ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഇളവുകൾ എന്ന് പറയുന്നത് പുതുതായി പ്രഖ്യാപിക്കപ്പെടുമോ? 1, 2 സിറ്റിംഗ് MLA-മാരെ എല്ലാവരെയും മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്നില്ല എന്ന ധാരണയിലെത്തിയതായി വാർത്തകൾ കാണുന്നു. അപ്പോൾ ഒരു പൊതുമാനദണ്ഡം എന്ന് പറയുന്ന സംഗതി ഇത്തവണയും ഉണ്ടാവുമോ? കഴിഞ്ഞ തവണത്തേതുപോലെ CPM-ൽ ഉണ്ടാവാൻ ഇടയുണ്ടോ? സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്കും പാർട്ടി കടന്നിട്ടില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയല്ലോ. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അതായത് 2 തവണ മത്സരിച്ച ആളുകൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് പൂർണ്ണമായി എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല എന്ന് പറയുമോ താങ്കൾ? എനിക്കറിയില്ല, എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പാർട്ടി ചർച്ച ചെയ്യാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് എനിക്കറിയാത്ത കാര്യത്തെ പറ്റി എങ്ങനെ പറയും? ഓക്കെ, അതായത് എന്താണ് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും മാറി നിൽക്കുന്നു എന്ന വിമർശനം, അല്ലെങ്കിൽ അവരെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന വിമർശനം, അവർക്ക് ആളുകൾക്കിടയിലുള്ള പോപ്പുലാരിറ്റിയെ മൊത്തത്തിൽ എൻകാഷ് ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം ഒരുപക്ഷെ ലെഫ്റ്റ് സർക്കിളിനകത്തു നിന്ന് പോലും ഉണ്ടല്ലോ. അപ്പോൾ അത്തരം വിമർശനങ്ങളെല്ലാം മറികടക്കുന്ന തീരുമാനം ഉണ്ടാവണമെന്ന പൊതുവികാരം ലെഫ്റ്റിനകത്തുണ്ടോ മിനിസ്റ്റർ? ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിർണയം, ആരെല്ലാം മത്സരിക്കണം, ആരെല്ലാം മാറി നിൽക്കണം, അത്തരം ഒരു ചർച്ചകളിലേക്കും പാർട്ടി കടന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി നിർണയമല്ല, അത് അതിൻ്റെ സമയത്ത് തീരുമാനിക്കുന്ന കാര്യം. അതിൻ്റെ മുമ്പുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇതിൽ അവസാനത്തെ ചോദ്യം, അതായത് സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് മുമ്പിലേക്ക് വെക്കുക, വ്യക്തികൾക്ക് അതിൽ പ്രാധാന്യമില്ല. ഇപ്പൊ പിണറായി വിജയനെ പോലുള്ള വളരെ ടവറിംഗ് ഫിഗേഴ്സിനൊക്കെ ഒരു പക്ഷേ അതിൽ ഇളവ് കിട്ടിയേക്കാം. അതിനപ്പുറം വ്യക്തികൾക്ക് ഇളവ് കൊടുക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ വ്യക്തികളെ സവിശേഷമായി പരിഗണിച്ചു കൊണ്ടുവന്ന് സ്ക്വാഡിന്റെ മുന്നിൽ നിർത്തി ഇവർ ഞങ്ങളുടെ മുഖങ്ങൾ എന്നൊന്നും പറയേണ്ട ഒരു അടിയന്തര ആവശ്യം LDF-ന് മുമ്പിലില്ല. സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡും പ്രോഗ്രസ് റിപ്പോർട്ടും മാത്രം മതി ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ. വ്യക്തികൾക്ക് പതിവിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നുമില്ല എന്ന കോൺഫിഡൻസ് ഇപ്പോഴും പങ്കുവെക്കുകയാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് എങ്കിൽ അത് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന ആ ഘട്ടത്തിൽ പാർട്ടി ചർച്ച ചെയ്യുന്ന, ഞങ്ങൾ സാധാരണ 2-3 ദിവസം കൊണ്ട് തീരുമാനമെടുക്കുന്ന കാര്യമാണ് സ്ഥാനാർത്ഥികളുടെ. അറിയാമല്ലോ, അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് തർക്കമോ പ്രശ്നമോ ഒന്നും ഉണ്ടാവാറില്ല. വളരെ പെട്ടെന്ന് തന്നെ, എന്നാൽ ജനാധിപത്യപരമായ രീതിയിൽ എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അപ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനാവൂ. എത്ര തവണ ചോദിച്ചാലും പാർട്ടി ചർച്ചയെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ ഞാനെന്ത് പറയാൻ കഴിയില്ല. ശരി, അവസാനം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വലിയ ഭരണ നേട്ടം അവകാശപ്പെടാൻ കഴിയുമ്പോൾ നിങ്ങളുടെ വലിയ തോതിലുള്ള വീഴ്ച, നിങ്ങളെ ഇപ്പോൾ ശബരിമലയാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. ശബരിമല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വത്ത് നോക്കി നടത്താനും അവിടുത്തെ കാര്യങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം ജനം നിങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നത് കഴിഞ്ഞ 10 വർഷമായി. അതിന് മുൻപ് നടന്ന കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തി എല്ലാവരെയും ജയിലിൽ അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിൽ നിക്ഷിപ്തമാണ് 10 വർഷമായി. അതിന് മുമ്പ് ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ആര് മോഷ്ടിച്ചാലും പിടിക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിൽ തന്നിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാനിരുന്ന മുതൽ അവിടെ ഇല്ല, നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന പരിപാടി നിങ്ങൾക്കൊരു ജാഗ്രതയും ഉണ്ടായില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ വീഴ്ത്താൻ പോകുന്നവരും വജ്രായുധമായിരിക്കുമോ CMB രാജേഷ്? ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ ശബരിമലയെ പറ്റി ഒരു ചോദ്യം പോലും വരാതിരുന്നത് എന്ന്. ഒരു മാസം മുമ്പ് അല്ലെ 2 ആഴ്ച മുമ്പാണെങ്കിൽ പോലും ഒരു ഇന്റർവ്യൂ തുടങ്ങുക ഇത് വെച്ചാകുമായിരുന്നു. ഇപ്പോൾ ചോദിച്ചില്ലെങ്കിൽ മോശമായി പോകുമല്ലോ എന്ന സ്ഥിതിയിലായിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം ശബരിമലയുടെ കാര്യത്തിൽ. പ്രതിപക്ഷ നേതാവിനാണെങ്കിൽ ശബരിമല എന്ന് പറയാൻ ഒട്ടും ഉത്സാഹം ഇപ്പം ഇല്ല. പാരഡി പാട്ടും ആരും പാടുന്നതായിട്ട് കേൾക്കുന്നില്ല. എന്താ കാരണം എന്നറിയോ? SIT, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്ന SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇത് 20 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് എന്നും UDF ഭരണകാലത്ത് പഞ്ചലോഹത്തിൽ തീർത്ത വളരെ അമൂല്യമായിട്ടുള്ള പുരാവസ്തു കൈമാറിയതുൾപ്പെടെയുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നും
അത് അവിടുത്തെ ദേവസ്വം ബോർഡിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് എന്നെല്ലാമുള്ള റിപ്പോർട്ട് കോടതി കൊടുത്തു. കോടതി അംഗീകരിച്ചു. അന്വേഷിക്കാൻ കോടതി അനുമതിയും നൽകി. അതിനു പുറമെ ഈ കട്ടയാളും കട്ട മുതൽ വാങ്ങിയയാളും ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റേയാളുടെ പേരെന്തായിരുന്നു, ബെല്ലാരിക്കാരനൊരു കഥാപാത്രം ഗോവർദ്ധൻ, ഇവരെല്ലാം ഒറ്റ ഫ്രെയിമിൽ വന്നത് സോണിയാഗാന്ധിയുടെ കൂടെയാണ് എന്നതും വന്നതോടുകൂടി ശബരിമല പതുക്കെ പതുക്കെ വാർത്തകളിൽ അപ്രധാനമാവുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസ് നേതാക്കളുടെ വീറും വാശിയും ഒക്കെ കുറഞ്ഞു വരികയോ ചെയ്യുന്നതാണ് കാണുന്നത്. ഞാൻ ഒരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു, എന്നോടൊരു ചോദ്യം വന്ന സമയത്ത്, ശബരിമല ഇനിയും ഉന്നയിക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്ന്. പിന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ശബരിമലയെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കോൺഗ്രസ് നേതാക്കളുടെ വീറും വാശിയും ഒക്കെ എവിടെ പോയി? ഒന്നുകൂടി പാടൂ ആ പാരഡി പാട്ട് എന്നാണ് കോൺഗ്രസും നിങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നല്ല, നിങ്ങളെ 10 വർഷം ഭരിക്കാൻ ഏൽപ്പിച്ചപ്പോ നിങ്ങൾ ആ പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്തില്ല എന്നാണ്. കോൺഗ്രസിനെ കുത്തും എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തിയ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അല്ലാതെ ശബരിമലയിൽ കുഴപ്പം നടക്കുന്നു, കോൺഗ്രസുകാരുടെ കാലത്ത് മോഷണം നടന്നു നിങ്ങൾ കണ്ടെത്തിയ ഒരു ദേവസ്വം വിജിലൻസ് അന്വേഷണമൊന്നും അല്ല ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള തർക്കത്തിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ കാര്യമൊക്കെ ചോദിക്കാം. ഒരു പബ്ലിക്കിന്റെ ചോദ്യം എന്താണ്, സോണിയാഗാന്ധി കട്ട മുതലിന് കൂട്ടുന്നെങ്കിൽ അവരെയും എന്തേ പിണറായി വിജയൻ പിടിക്കാത്തെന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ അവിടെയുള്ളൂ. ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ശബരിമല നിങ്ങളെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിച്ചിട്ടതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് നിയമസഭയിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോഴും ജയിലിൽ കിടക്കുന്നവരിൽ നിങ്ങളുടെ നേതാക്കൾ തന്നെയാണല്ലോ പ്രധാനികൾ ഇപ്പോഴും ഉള്ളത്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ. ജനം നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ സൂക്ഷിച്ചില്ല എന്ന പ്രശ്നം ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലില്ലേ? അല്ല, നിങ്ങൾ ബെയിൽ ഔട്ട് ചെയ്യാൻ നോക്കിയാലൊന്നും UDF രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹൈക്കോടതി പറഞ്ഞില്ലേ അത് മുതൽ അന്വേഷിക്കാൻ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ അവർ കയറിയത് നിങ്ങൾക്ക് അപ്രധാനമായിട്ടുള്ള കാര്യമായിരുന്നില്ലേ? ചെറിയ കാര്യമാണോ? ഈ ശബരിമല കൊള്ളയിലെ മുഖ്യ സൂത്രധാരന്മാർ മുഴുവൻ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷയുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലെത്തുകയും അവരുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നത് വളരെ സാധാരണമായ നിഷ്കളങ്കമായിട്ടുള്ള കാര്യമാണ്. സോണിയാഗാന്ധിയുടെ സ്ഥാനത്ത് നിങ്ങളൊരു മിനിറ്റ് സങ്കല്പിക്കൂ, പിണറായി വിജയനായിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു കേരളത്തിൽ ഇവര് നിങ്ങളെല്ലാം കൂടി ആളിക്കത്തിക്കുമായിരുന്നത്? എങ്ങനെയാകുമായിരുന്നു? ഇനി പിണറായി വിജയൻ മാറി MA ബേബി ആയിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു കേരളത്തിൽ അതിനെ അവതരിപ്പിക്കുമായിരുന്നത്? അതുകൊണ്ട് ലഘൂകരിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ നിങ്ങൾ ജാമ്യത്തിലെടുക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അപ്പോഴാണ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇത് മുഴുവൻ UDFന്റെ കൊള്ളയാണ്, CPIMന് ഇതിലൊരു പങ്കാളിത്തവുമില്ല, CPIMകാർക്കോ ഭരിക്കുന്ന സർക്കാരിന് ഒരു പങ്കാളിത്തവുമില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വിടുതലും നൽകുകയും കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് അവരെ തോൽപ്പിക്കുകയും ചെയ്യും. അതിന്റെ പിന്നാലെ വാസുവിനെയും പത്മകുമാറിനെയും കോടതി ഇറക്കി വിടുകയും ചെയ്യും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവരിപ്പോഴും ജയിലിൽ തന്നെയല്ലേ? നിങ്ങളിപ്പോ തിരക്കൊന്നും കൂട്ടണ്ട. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന്. പ്രതിപക്ഷ നേതാവ് SITക്കെതിരെ രംഗത്ത് ശരിയായ ദിശയിലാണെന്ന് പറയുമ്പോൾ CPMന്റെ നേതാക്കൾ അകത്ത് കിടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലാണെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലാതെ തന്ത്രിയെ പിടിച്ചു അവസാനം ഇറക്കി വിട്ടില്ലല്ലോ. പ്രതിപക്ഷ നേതാവിനുള്ള സാധാരണ ശബരിമലയുടെ കാര്യത്തിൽ ചോദ്യം വരുമ്പോൾ മറുപടി പറയാൻ നിങ്ങളങ്ങ് വിട്ടുതരാറാണ് പതിവ്. ഇപ്പൊ മറുപടി പറയാൻ അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് SIT അന്വേഷണം ശരിയായ ദിശയിലാണ്, അതിൽ ഉൾപ്പെടുത്തിയ ആളുകൾ കഴിവും കാര്യക്ഷമതയും വിശ്വാസ്യതയുമുള്ളവരാണ് എന്ന് മറുപടി പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ഹൈക്കോടതിക്ക് തന്നെ നൽകേണ്ടി വന്നു. നിങ്ങളെക്കുറിച്ചും കേട്ടോ ഹൈക്കോടതിയുടെ പരാമർശം അറിയാമല്ലോ. നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാം ഒരു ലജ്ജയുമില്ലാതെ നിങ്ങൾക്കെതിരായി കോടതി പറഞ്ഞ രൂക്ഷമായ വാക്കുകൾ മുക്കിയെങ്കിലും ഹൈക്കോടതി രൂക്ഷമായി പറഞ്ഞു അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിച്ചു എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് നിങ്ങളെല്ലാം എത്ര ശ്രമിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. സത്യം പുറത്തു വരണം എന്ന് നിങ്ങളെക്കാൾ എല്ലാം ആഗ്രഹിക്കുന്നവർ ഞങ്ങളാണ്. സത്യം പുറത്തു വരുന്നത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ ഞങ്ങളാണ്. അപ്പൊ ഞങ്ങളൊരു പാട്ട് അപ്പ പാടാം. ശരി, ഞാൻ ഒരു 3 മിനിറ്റ് കൂടി. മിനിസ്റ്റർ, ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ആയുധം എന്ന് വെച്ചാൽ UDFനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക,
അത് എന്താ ജമാഅത്തെ ഇസ്ലാമിയോടും മുസ്ലിം ലീഗിനോടും ഒക്കെ കൂട്ടുചേർന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗ് തന്നെയും ഒരു മതവർഗീയ പാർട്ടിയായി മാറിയിരിക്കുന്നു. അതൊരു മുസ്ലിം മതവർഗീയ സംഘത്തിന്റെ പ്രധാന മുന്നണിയായി മാറിയിരിക്കുകയാണ്. അവരെ തോൽപ്പിക്കണം എന്നതിനും തുല്യാതുല്യം ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിരിക്കുമോ നിങ്ങൾ കൊടുക്കുക ഈ പ്രചാരണത്തിൽ? ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി RSS ഉയർത്തുന്ന ഫാസിസ്റ്റ് വർഗീയതയാണ്. കാരണം അതാണ് അധികാരം പിടിച്ചിട്ടുള്ളത് എന്നതാണ് ഞങ്ങളുടെ സുചിന്തിതമായ നിലപാട്. എന്നാൽ RSSനെയും അവരുടെ വർഗീയതയെയും എതിർക്കുമ്പോൾ തന്നെ ശക്തമായി ന്യൂനപക്ഷ വർഗീയതയെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്ന വർഗീയത എതിർക്കണം. കാരണം എന്താണെന്നറിയോ, ഈ വർഗീയത RSSന് സഹായകരമായി ഇന്ധനമായി മാറുന്നു എന്നതുകൊണ്ടാണ്. ഒരു വർഗീയതയെ താലോലിച്ച് മറ്റൊരു വർഗീയതയെ എതിർക്കാനാവില്ല. ഒരു RSS വർഗീയത ഏറ്റവും വലിയ ഭീഷണിയാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ രണ്ട് വർഗീയതയെയും എതിർക്കേണ്ടതുണ്ട് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. രണ്ട് വർഗീയതയും എതിർക്കുക എന്നതിന്റെ പേരിൽ വർഗീയ പാർട്ടിയാണ് രണ്ട് വർഗീയതയും എതിർക്കാൻ മതിയായ സംഗതികൾ കിട്ടിയിട്ടില്ലെങ്കിൽ മറുപടി പറയണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നതേ രണ്ട് വർഗീയതയും എതിർക്കാൻ മതിയായ സംഗതികൾ കിട്ടുന്നില്ലെങ്കിൽ ശ്രീ AK ബാലനെയും ശ്രീ സജി ചെറിയാനെയൊക്കെ പോലെ പാതി വെന്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണ വ്യാജങ്ങൾ ഇവ പറയാനും കുഴപ്പമൊന്നുമില്ല എന്ന മൂടാണോ പാർട്ടിക്ക്? അല്ല, മതിയായ സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം അത് RSS മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ പോലെ എതിർക്കപ്പെടേണ്ടതല്ല എന്നാണോ? ഞാൻ പറഞ്ഞില്ല, മലപ്പുറത്തെ കുറിച്ച് നുണകൾ ഇനിയും പറയുമോ, കാസർഗോഡിനെ കുറിച്ച് നുണകൾ ഇനിയും പറയുമോ എന്നാണ് എന്റെ ചോദ്യം. അല്ലല്ല, ഒരു കാര്യം ഞാൻ പറയാം. മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് EMS ആണ്, അത് മറക്കരുത്. നിങ്ങൾ ചരിത്രബോധമില്ലാത്തവരാണ് നാട്ടുകാരെല്ലാവരും എന്ന് ധരിക്കരുത്. അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടവരാണ് ഞങ്ങൾ എന്നോർക്കണം. അപ്പോ മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്. മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കിയാൽ ആ മലപ്പുറംകാരുടെ വർഗീയത അറിയാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അങ്ങനെയൊന്നും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൽ കുറച്ചുകൂടി ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ എങ്ങനെയെല്ലാം വളച്ചൊടിക്കും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കരുതൽ പുലർത്തേണ്ടതായിരുന്നു എന്നതല്ലാതെ അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ തലയിൽ കൊണ്ടുപോയിട്ട് ചാർത്താൻ നിൽക്കുകയാണ് നിങ്ങൾ. ഇന്നത്തെ കാലത്ത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം അതാണ്. ഒരു ചെറിയ നാക്കുപിഴ സംഭവിച്ചാൽ പോലും അതിനെ ഗീബൽസിയൻ പ്രചരണ തന്ത്രങ്ങൾ കൊണ്ട് ദിവസവും അടിച്ചു തള്ളുന്ന ലക്ഷക്കണക്കിന് ടൺ പത്രക്കടലാസ് കൊണ്ട് ഡസൻ കണക്കിന് ടെലിവിഷൻ ചാനലുകളുടെ പ്രൈം ടൈം ചർച്ചകൾ കൊണ്ട് ആംപ്ലിഫൈ ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള അതീവ ജാഗ്രത ഞങ്ങളെല്ലാവരും സംസാരിക്കുമ്പോൾ പുലർത്തേണ്ടതാണ് എന്ന് പാഠം ഇത് നൽകുന്നുണ്ട്. ശരി, താങ്ക് യു CMB രാജേഷ്. ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്കളുടെ ഉത്തരങ്ങൾക്ക് നന്ദി. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. മറ്റൊരു അതിഥിയുമായി അടുത്ത ലക്കത്തിൽ കാണാം.